ഉമ്മ എന്താ ഈ ഹാൻഡ വൈറസ്? ഹാൻഡ വൈറസിനെ കുറിച്ച് കേട്ടായിരുന്നോ? കേട്ട എന്താന്ന് മനസ്സിലായില്ല. അത് കൊറോണ പോലെ ഒക്കെ ഉള്ള ഒരു ഭയങ്കര സീരിയസ് ഡിസീസാണ്. അത് തുടങ്ങി ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ സൗത്ത് അമേരിക്കയിൽ നിന്ന് ഒരു ക്രൂസിൽ കുറെ ആളുകൾ ട്രിപ്പ് പോവാ. ആ ട്രിപ്പ് പോയി 3 ദിവസമോ 4 ദിവസമോ കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ഒരു ഡച്ച് കപ്പിൾ ഉണ്ടായിരുന്നു. അതിൽ അയാൾക്ക് ഒരു 70 വയസ്സുള്ള ആൾക്ക് അല്ലാതെ പനി വന്നു, ചികിത്സിച്ചിട്ടൊന്നും മാറിയില്ല. പിന്നെ ആൾക്ക് ശ്വാസം മുട്ടൽ വന്നയാൾ മരിച്ചുപോയി. അപ്പം ഇങ്ങനെ അനൗൺസ്മെന്റ് ഒക്കെ വന്നു, ഇങ്ങനെ ഒരാളെ മരിച്ചു. അവര് സൗത്ത് ആഫ്രിക്കയുടെ അടുത്ത് എങ്ങാണ്ട് കൊണ്ടുപോയി, പോർട്ടിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അയാളും വൈഫും അവിടെ ഇറങ്ങി അയാളെ ക്രിമിനേഷൻ ഒക്കെ ചെയ്ത് ക്രൂസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും 1, 2, 3 പല ആൾക്കാർക്ക് ഇങ്ങനെ പിന്നെ അസുഖങ്ങൾ വന്നു. അത് കൂടാതെ ആ ഇറങ്ങിയ ആളുടെ വൈഫ് അവിടെ വെച്ച് ഇതേപോലെ പനി അസുഖം വന്ന് ശ്വാസം മുട്ടൽ വന്ന് മരിച്ചു എന്നറിയുകയും സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള റിപ്പോർട്ട്സ് അനുസരിച്ച് അവർക്ക് ഹാൻഡ വൈറസ് എന്ന് പറഞ്ഞ അസുഖമാണ്, ആ വൈറസാണ്. അപ്പൊ ഇത് ആദ്യമായിട്ടുണ്ടാവുന്നൊന്നല്ല ലോകത്ത്. പണ്ട് ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് കൊറിയയിലാണ് ആദ്യമായിട്ട്, കൊറിയയിൽ യുദ്ധത്തിന് പോയ അമേരിക്കൻ പട്ടാളക്കാർക്കാണ് ആദ്യമായിട്ട്. അപ്പൊ അന്നത് എന്തോ ഒരു കെമിക്കൽ ഡിസീസ് വൈറസ് ആണോ മനഃപൂർവ്വം ആണെന്നൊക്കെ ഓർത്ത്. പക്ഷെ പിന്നെ ഒരു കൊറിയൻ ശാസ്ത്രജ്ഞൻ തന്നെയാണ് കണ്ടുപിടിച്ചത് ഇങ്ങനെ ഒരു വൈറസ് ആണെന്നും. ഹാൻഡ എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു റിവർ ഉണ്ട്, അതിന്റെ പേരിട്ടതാ. ഇത് എങ്ങനെ ഉണ്ടാകുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ നിപ്പ ഉണ്ടാവുന്ന ബാറ്റൊക്കെ എന്ന് പറയുന്ന പോലെ എലിയില്ലേ, റാറ്റ്, ഭയങ്കരമായി എലിയിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. എലിയുടെ അകത്താണ് ഹാൻഡ വൈറസ് കണ്ടെത്തിയിട്ടുള്ളത്. ക്രൂസിൽ പോയ ഡച്ച് കപ്പിളില്ലേ, അവര് ഇതിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരുപാട് എലികളൊക്കെ ഉള്ള ഗാർബേജ് ഒക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. മേ ബി അവിടെ നിന്നായിരിക്കും അവർക്കത് കിട്ടിയത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പകരുന്നത് ഇപ്പൊ 14 ദിവസം ക്വാറന്റൈൻ വേണ്ടേ കൊറോണ ആണെങ്കിൽ, അതുപോലെയല്ല ഹാൻഡ വൈറസിന് ഒറ്റ ദിവസമാണ് ഇത് പകരുള്ളൂ. ഒരാളിൽ നിന്ന് ഒരാൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ദിവസം മാത്രമേ അതിന് പകർച്ച ഉള്ളൂ. അതുകൊണ്ട് ക്വാറന്റൈൻ 3 ദിവസം എന്തോ മതി. എന്നിട്ട് ആ ഷിപ്പിലുള്ള ബാക്കി എല്ലാവർക്കും വന്നു, കുറെ പേർക്ക് വന്നു. അതിനകത്തൊരു സാഡ് ഭാഗം എന്താണെന്നറിയോ, ആ ഷിപ്പിനെ ഒരു രാജ്യക്കാരും നങ്കൂരമിടാൻ അവരെ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ആ ക്രൂസ് ഇപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറെ പേർക്ക് അതിനകത്ത് വന്നു. 6 പേരെന്തോ മരിച്ചിട്ടും ഉണ്ട് അതിനകത്ത് ഈ ഹാൻഡ വൈറസ് വന്നിട്ട്. ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, എലികൾ കൂടുതലായി കഴിക്കുന്ന ഒരു സീഡ് ഒരുപാട് സമയത്ത് ഉണ്ടാവുമ്പോൾ ആ സമയത്ത് ഹാൻഡ വൈറസ് ഭയങ്കരമായി കൂടുന്നു. ഇതിന്റെ ക്രിട്ടിക് എന്താന്ന് വെച്ചാൽ ഇപ്പൊ 10 പേർക്ക് വന്നാൽ 5 പേര് മരിക്കും എന്നുള്ളതാണ്. അത്ര ഭീകരമാണ് ഈ സംഭവം. അപ്പൊ ഹാൻഡ വൈറസ് ഭയങ്കര ഡെഡ്ലി ഡിസീസാണ്. അപ്പൊ നമ്മള് സൂക്ഷിക്കേണ്ട കാര്യം വൃത്തിയാണ്. അതായത് എലി ആയിട്ടുള്ള വിസർജനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ സൂക്ഷിക്കണം. അതിന് പടർന്നു പിടിച്ചാൽ അതൊരു വലിയ അടുത്തൊരു പാൻഡമിക് ആകുമെന്ന് എല്ലാവരും പേടിക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ ശ്വാസം മുട്ടി മരിക്കുന്നത് കൂടാതെ വേറെ തരത്തിലും മരിക്കും ഇതേ അസുഖത്തിന് തന്നെ. 2-3 വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. നല്ല വൃത്തിയും വെടുപ്പുമായിരിക്കും. എലിയെ പോലുള്ള റോഡൻസിനെയൊക്കെ വീട്ടിൽ നിന്ന് അകത്തി നിർത്താനും ഒക്കെ ശ്രമിക്കണം. ഓക്കെ.